ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി മൂന്നാർ വന്നതാട്ടോ. ഉമ്മച്ചിയും വാപ്പച്ചിയും ഫസ്റ്റ് ടൈം. ഞങ്ങൾ അങ്ങനെയൊന്നും ഇല്ല അല്ലേ. പിന്നെ കുഞ്ഞുമ്മയുടെ വെച്ചിട്ടുണ്ട് കേട്ടോ കൂടെ. കാക്ക ഇവിടെ ഒക്കെ ഉണ്ട്. പിന്നെ എന്താണ്, നല്ല വെയിലുണ്ട്. ഫുഡ് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇനി ഇവിടെ ഇരുന്ന് കഴിക്കണം. ഗൈസ്, ഇവർ ഇവിടെ ഇരുന്ന് ബിരിയാണി കഴിക്കുന്നുണ്ട്. ഫുഡ് അങ്ങനെ ഉണ്ടടാ, വന്ന വഴിക്ക് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഫുഡ് കൊള്ളാമോ? കുഴപ്പമില്ല. ഉമ്മച്ചി വാപ്പച്ചി ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പട്ടി അവിടെ എത്തുന്നുണ്ട്. പിന്നെ ഞാനും കൂടി കഴിച്ചിട്ട് ബാക്കി കാണിച്ചിട്ട്. ഭയങ്കര വെയിലാട്ടോ ഇവിടെ. പട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. അഫ്സൽ, എങ്ങനെയുണ്ട് മൂന്നാർ? ആദ്യമായിട്ട് വന്ന വ്യക്തി മൂന്നാർ. നാട്ടിക്കല്ലേ. ആര് പട്ടിയാ? ആ, വാപ്പ തിന്നേനു. കാഴ ഇവിടെ ചോറും വെച്ചോണ്ടിരിക്കുന്നു. രണ്ട് പട്ടിയുണ്ട്. ഇത് പറഞ്ഞാൽ അപ്പുറത്ത് പറഞ്ഞു. പോയി ഈ സാരം അതിന് 5-6 കുതിരുണ്ട്. അങ്ങനെയല്ല. എത്ര? 350. 20 മാറ്റണ്ടോ? ഇവിടെ വൈറ്റ് ഉണ്ട്. ഇത് വൈറ്റ് അല്ല, ഇത് ഓഫ് വൈറ്റാ. അപ്പുറത്തെ പ്യൂർ വൈറ്റ് ആയിരുന്നു. പക്ഷെ ഇതിന്റെ കൈ നോക്കി. ലൈറ്റ് എവിടെയാ? ലൈറ്റാ. ആ, ചെറുതല്ലേ. 250 രൂപ. ഈ പുള്ളി പറഞ്ഞ ആ സംഭവം ഇവിടെ അപ്പുറത്തുനിന്ന് 230 രൂപയ്ക്ക് മേടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് 2.5 ഫ്രീ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മേടിച്ചോ. ഇവിടെ 250. ഇതുവഴി ഇറങ്ങാൻ പാടില്ലേ ഈ പട്ടിക്കട? മാങ്ങ വേണം. അതെ, പൈനാപ്പിൾ അടിച്ചിട്ടോ. ക്യാരറ്റ് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ എവിടെ പോയാലും ഞാൻ മേടിക്കുന്നത് പൈനാപ്പിൾ. മാങ്ങ മേടിക്കുന്നത്. മാങ്ങ എൻട്രി. മാങ്ങ ഉപ്പും ആവട്ടെ. നല്ലതാണോ? ഞങ്ങൾ ലാസ്റ്റ് 230 രൂപയ്ക്ക് ഇത് മേടിച്ചു. ഇത് കാകാൻ്റെ അല്ല കേട്ടോ, അവൻ്റെ. അശ്വതാ,
എക്സ്പീരിയൻസ് അടിപൊളി. ഇറങ്ങിക്കോ. അത് പറയാം. ഈ നല്ല മഴ. ഞങ്ങൾ എന്ന് മൂന്നാർ വന്നാലും ഇതാലിക്ക അവസ്ഥ. ഉമ്മച്ചി വാപ്പച്ചി ഫ്രണ്ടിൽ നടന്നു വന്നു. ഒരു നല്ല തണുപ്പൊന്നുമില്ല കേട്ടോ, ഒരു നോർമൽ തണുപ്പ് അത്രയുള്ളൂ. എങ്ങനെയുണ്ട് സംഭവം? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ ആയി ഓരോരുത്തർ ട്രിപ്പ് പോയിട്ട് വരുമ്പോൾ ഈ സാധനം കൊണ്ടുവരും. അന്നിട്ട് മേടിക്കാൻ നടക്കണതാ അല്ലേ? ഞാൻ ഈജിപ്തിൽ വെച്ച് ഈ സാധനം കണ്ടില്ല. ചെവി പൊങ്ങൊക്കെ ചെയ്യും. പിന്നെ ഇതിൽ ലൈറ്റും തരും. അയ്യോ എൻ്റെ ഈ ചെവി പൊങ്ങലൊക്കെ അശു പോയോ? ഇല്ല പോയില്ല. നല്ല ബലമുണ്ട്. അവൻ വൈറ്റ് മേടിച്ച് കേസ് കുഴപ്പമൊന്നുമില്ല. മഴ നനഞ്ഞു നല്ല ശൈലി. റോസ് പിങ്ക് ആണോ വെള്ളയാണോ നല്ലതെന്ന് പറയട്ടെ. ഇത് പിങ്ക്, ഇത് വെള്ള. ഇങ്ങനെ വെള്ളമായിട്ട് ലുക്ക് അടിപൊളിയാ. രണ്ടും കുഴപ്പമൊന്നുമില്ല. രണ്ടോടെ തൂക്കിയിട്ട് കാണാൻ പറ്റും. അവനവൻ്റെ ചെവിയിൽ വെച്ചു. അവിടെ തൂക്കിട്ടടാ. നിന്റെ തൂക്കിട്ടെ. ഗൈസ് നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഇനി ടോപ്പ് സ്റ്റേഷൻ അല്ലേ? ഗൈസ് കുറേ പേര് അവിടെ കുറച്ചൊരാടെ ചൂണ്ടേറിട്ടോ. രംഗം പോയി പോകുന്നു. ടോപ്പ് സ്റ്റേഷനിൽ വന്നിട്ട് ഇവിടെ ഒരു പുള്ളി വെയിലില്ലാന്ന് മഞ്ഞില്ലാന്ന് കേസ്. ഇതായിരുന്നു സ്ഥലം, പക്ഷെ ഇവിടെ ഒരു മഞ്ഞൊന്നുമില്ല. ഒരു കുതിര അവിടെ നിൽക്കുന്നു. ഒരു തുള്ളി മഞ്ഞില്ല ഈ പ്രാവശ്യം. വ്യൂ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് അവിടെ പോയി കാണിക്കും. അതൊക്കെ അങ്ങോട്ട് പോട്ടാണ്. പിന്നെ മഞ്ഞ എവിടെയാ നോക്കുക. ഈ സ്ഥലത്തിട്ട് പോണെങ്കിൽ ക്ലാസ് എടുക്കണ്ടോ? ഞങ്ങൾ ഇവിടെ വരെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പോയാ ഉമ്മച്ചി വാപ്പച്ചി താഴെ നിൽക്കുക. എനിക്കറിയില്ല, എനിക്ക് ഏതാണെങ്കിലും ഓർമ്മ മതി. എന്നാ ചുട്ടതാ.
ഇതിന് മസാല ഇട്ടൊന്നായി. അപ്പൊ ഇതെന്താ ചുമ്മാ വച്ചേക്കണം? അതിനെത്ര? ഇത് പുളിഞ്ചത് ചുട്ടത്, ഇത് 60 ചുട്ടത്, സാധാക്ക അത് 50. ചോളം മറ്റേ സാധനം കൂടി എന്ത്? കത്തിച്ചോ? ചേച്ചി അത് കറക്കുന്നു, ഇത് കത്തുന്നു, ഇത് കറക്കുന്നു, ഇത് കത്തുന്നു. ഇതെന്താ ഇത്ര താമസം? അതെന്തിനാ കറക്കണ? ഇടുള്ള ചൂടാണ്. തീയാണോ? ഞാനോർത്ത് അവിടെ വേറെ എന്താ പണി ചെയ്തിട്ട് ഇവിടെ തീ ഓൾറെഡി അവിടെ ഓൾറെഡി ഇതുണ്ടല്ലോ, തീ ഉണ്ടല്ലോ. കണ്ട പോലെ അല്ലല്ലോ. മറ്റേ സാധനമാണ് നല്ല മഞ്ഞ തിന്നല ആശുത, തിന്ന ആശുത, തിന്ന്. നല്ല എക്സ്പ്രഷൻ തന്നെ ആശിത. നല്ല മധുരമുണ്ട്. പൊള്ളിച്ചതോ ചുട്ടതോ? പുഴുങ്ങിയത്. ഇത് നല്ല തിന്നോക്കാം. അപ്പോൾ ഗൈസ്, ഇന്നലെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വിട്ടു ഇത് പറഞ്ഞാൽ ഇന്നലെ രാത്രി വീട്ടിലെത്തിയപ്പോൾ ഒരു 12 മണിയൊക്കെ ആയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവിടെ നമ്മൾ ഇറങ്ങിയത് ലാസ്റ്റ് ഇന്നലെ അല്ല അല്ലേ, ഇപ്പോൾ ഉണ്ടല്ലേ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒരു രാത്രി 8 മണിക്ക് വാട്ടർ ഡാൻസ് എടുക്കണ്ട കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ അതുവഴി വന്നുകൊണ്ട് അവിടെ കയറി. പിന്നെ വീട്ടിലെത്തിയപ്പോൾ എന്തായാലും 12 മണി കഴിഞ്ഞു. പിന്നെയുള്ള വീഡിയോസ് ഒന്നും എടുത്തേ ഇല്ല കേട്ടോ. പിന്നെന്താണ്, ഈ സംഭവം മേടിച്ചിട്ട് എൻ്റേന് കുഴപ്പമൊന്നുമില്ല. മറ്റവൻ്റെ അവൻ കളിച്ച് ഒരു ചെവീൻ്റെ ലൈറ്റും കളഞ്ഞു, ഇത് പോയില്ലേ. പോയി. എൻ്റേന് നിലവിലൊരു കുഴപ്പമൊന്നുമില്ല ഗൈസ്. കാണിച്ചില്ല. ഇത് ലൈറ്റ് എന്തേ? ലൈറ്റ് കാണാനല്ലേ, ഇടാനും അറിയില്ല, ഒന്നും അറിയില്ല. അയ്യോ, ഒരു ചെവി പൊങ്ങല്ല. 2 ചെവി ഒന്നിച്ച് പൊങ്ങല്ല. ഇത് കളഞ്ഞു നശിപ്പിച്ചു പോയിക്കേ. ഞാൻ നോക്കട്ടെ, ഇത് പിടിച്ചേ. ഇതെങ്ങനെയാന്നറിയോ, ഇത് നെങ്ങി പോവില്ല ഗൈസ്, വെയിലാ. ലൈറ്റ് ഉണ്ട്. ഇത് നെങ്ങി പോകുമ്പോ ഇതിന്ന് ശബ്ദം കേൾക്കൂല. അതുകൊണ്ട് ഇതിനൊന്ന് ഇങ്ങനെ ആക്കണം അല്ലേ. ഞാൻ കണ്ടുപിടിച്ച പുതിയ ട്രിക്കാണ്. എന്നിട്ട് താത്തി പിടിക്കും മനുഷ്യ, ഇങ്ങനെ നെക്കണം. ഇപ്പൊ 2 ഒന്നിച്ചായില്ലേ, കണ്ടോ? ഈ കാണിക്കുമ്പോൾ ഒരു ചെവിയാ പൊങ്ങോളൂ. ഇനി ഇതിന് കുറച്ച് നേരം റെസ്റ്റ് കൊടുക്കാം. ഇന്നലെ അവൻ റെസ്റ്റ് കൊടുക്കാണ്ട് കാണിച്ച് അവൻ്റെ നശിപ്പിച്ചു. അപ്പം ഇന്നലെ പോയതിൻ്റെ ക്ഷീണമൊക്കെ മാറിക്കാണ്. പിക്കാക്ക് എന്താണെങ്കിലും ഇന്നും ലീവാണ്. അപ്പം ഞങ്ങൾ ചുമ്മാ വേറെ എങ്ങോട്ടെങ്കിലും പോകാമെന്നൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ നടക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പോകണ്ടെങ്കിൽ ആ വീഡിയോ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ആയിട്ട് ഇടണോളൂ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ എടുക്കള്ള. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇടാം. അപ്പോൾ ഞങ്ങൾ ഇന്നലെ മൂന്നാർ പോയിട്ട് ഇന്ന് പെട്ടെന്ന് എടുത്ത തീരുമാനം കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ പോകണമെന്നോ അങ്ങനെയൊന്നും നേരത്തെ കൂട്ടി പ്ലാനിങ് ഒന്നും ഉണ്ടായില്ല. ചുമ്മാ രാവിലെ എഴുന്നേറ്റപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോകാനായിട്ട് ഇരുന്നതാണ്. പിന്നെ അത് മാറി കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വാഗമണ്ണായി. അങ്ങനെ വൈകിട്ടായിപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഒരു ഉച്ചക്കത്തെ ചോറ് കഴിച്ചിട്ടാട്ടോ പോകുന്നത്. അങ്ങനെ ഇപ്പം വാഗമൺ എത്തിയിട്ടുണ്ട്. എന്താടാ നിനക്ക്? കുഞ്ഞുമ്മടെ വെച്ച് വീട്ടിലുണ്ടായിരുന്നു. നിക്കാക്ക ഏറ്റവും ഞങ്ങൾ മേളിലാണ് വണ്ടി ഇറക്കിക്കണം. അവിടെ കുറേ താഴ്ത്തിട്ട് ഇറങ്ങി വന്നു കേട്ടോ. ഇവിടെ ഒരു കുളം കണ്ടു. ആ കുളം എന്താന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങി പോന്നതാണ്. ആള് എന്റെ ബാക്കിലെങ്ങാണ്. ഇക്കാ ഒന്ന് വന്നേ. ഇക്ക എവിടെയാ? ഞാൻ ഇട്ടില്ലല്ലോ കേസ് അവരവിടെ. എന്തിനാവട്ടെ.
നീ സിബ് കൂട്ടണ പകുതി കണ്ടില്ല. പിന്നെന്താണ് ഉമ്മച്ചി ചോദിച്ച് മേളിലിരിക്കട്ടെ, ഇത്ര ഇറങ്ങിയൊന്നും വന്നില്ല. പിന്നെ എനിക്ക് നേരത്തെ മുതൽ മൂന്നാറിനേക്കാളും ഇഷ്ടം വാഗമൺ കേട്ടോ. മൂന്നാർ കുറേ പോയതുകൊണ്ടാണെന്നറിയില്ല. പിന്നെ മൂന്നാറിൽ സെറ്റപ്പ് എനിക്ക് വാഗമണായിട്ടാണ് തോന്നിയേക്കണേ. അല്ലേ കാക്ക ഏതാ തോന്നിയേക്കണേ? ഈ ചെറുക്കൻ്റെ പാൻറ്റിടൽ ഇതുവരെ കഴിഞ്ഞില്ല. എടാ കുളത്തിന്റെ ഇവിടുന്ന് കിറക്കേ. ഇത് നിന്റെ വാപ്പ ഗൾഫിൽ വീഡിയോ കാണട്ടെ കേട്ടോ. ഇടും. നിങ്ങൾ ഇറങ്ങിക്കേ. ഇതാണ് വാഗമൺ. പിന്നെ എന്താ നല്ല അന്തരീക്ഷല്ലേ? എന്താ ഈ അന്തരീക്ഷത്തിന് കുഴപ്പം? പോയിക്കേ. ഇവൻ പൈൻവാലയിൽ പോയിട്ടുള്ളല്ലേ? പൈൻവാലത്തോട് പോണ്ട. ഇവൻ ഒരു തോട്ടത്തിൽ പോയിട്ടില്ല. അങ്ങനെ പറഞ്ഞാ പോലെ. അമ്മായി പപ്പായ അവിടെ അങ്ങ് ഇരിക്കുന്നുണ്ട്, ചെറുതായിട്ട് കാണാം. ഞങ്ങൾ ഒരുപാട് ഇറങ്ങി പോന്നു. എടാ ഈ ഇക്കാക്ക എന്നെ എടുത്തോണ്ടിരിക്കണ ഒരു വീഡിയോ ഫോട്ടോ എടുക്കാൻ പോടാ. ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ. നിങ്ങളല്ലേ മഞ്ഞ് കണ്ടില്ല എന്നൊരു കരയായിരുന്നു. തണുപ്പ് പിന്നല്ലേ അടിപൊളിയാ. ഫോട്ടോ കിട്ടാ ഫോട്ടോ. നീ എവിടെ പോടാ? അവിടെ താഴെ ഇതാകാം വെള്ള. എടാ ഉമ്മാക്ക് എവിടെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. എന്റെ എടാ ഗൈസ് നല്ല കോട ഉണ്ടാവും. ഇവിടെ പിള്ളേര് ഫുട്ബോൾ കളിക്കുന്നുട്ടോ. അടിപൊളി ഫുൾ മഞ്ഞാണ്. ബോൾ ചെറുതായിട്ട് കാണാം, വേറൊന്നും കാണാനില്ല അല്ലേ? ഈ പിള്ളേര് കാണാൻ പറ്റുമോ? ചെറുതായിട്ട് എന്നാ മഞ്ഞ. സൂപ്പർ ക്ലൈമറ്റ്. മഞ്ഞ് മാറും, മഴ തുടങ്ങി. എല്ലാം സെറ്റ് ആയില്ല. മഞ്ഞ് കണ്ടില്ലേ? അതന്നെ മഞ്ഞ് കണ്ടില്ല എന്ന് കരുത്തില്ലായിരുന്നു. അപ്പൊ മഞ്ഞ് കണ്ടില്ലേ? ശരിയല്ല. അയ്യോ ഇത് തട്ടി വീഴല്ലേ. ഉമ്മച്ചി വാപ്പച്ചി ഇവിടെ എന്റെ ഉള്ളിൽ കയറി പോർന്നു. ഞങ്ങൾ താഴെ വരെയും പോയി, ഒന്നും കാണാനില്ല. മഞ്ഞ. പോ ഇവിടെ മഞ്ഞെല്ലാം കഴിഞ്ഞപ്പോ ചീര മഴയായിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. ബാക്കി സ്ഥലത്തെല്ലാം പോയടത്തൊക്കെ ഭയങ്കര മഴയായിരുന്നപ്പോൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. പിന്നെ ഇന്നലെ മൂന്നാർ പോയപ്പോഴും മഴയായിരുന്നു. ദേ ഇന്ന് വാഗമൺ വന്നിട്ടും മഴയാണ്. അപ്പോൾ വീഡിയോസ് ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ.